ദിസ് ഇസ് ജ്യോതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത കൂട്ടത്തിൽ വേറൊരു ലോങ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കണ്ടപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് സെപ്പറേറ്റ് ഇടാമെന്ന് കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സും മെമ്മറീസുമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കാണുമ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതുപോലുള്ള മറ്റുള്ള വീഡിയോസും കാണാം. അപ്പം ഇത് ഒരു നൈറ്റാണ്. ഒരു നൈറ്റ് മീൻസ് ജൂൺ 28 നൈറ്റാണ്. അപ്പം കേക്ക് ഉണ്ടാക്കുവാണ്. കേക്ക് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 29th അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ വീട്ടിൽ തന്നെ കേക്ക് റെഡിയാക്കാമെന്ന് വെച്ചു. വിപ്പിംഗ് ക്രീമൊക്കെ ഞാൻ അടിച്ചൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബേസ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നട്ട്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് മതി എന്ന് പിള്ളേർ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരേ ഒരു അനിയൻ അവൻ വിളിച്ച് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് കേക്ക് ഇന്ന് സെറ്റ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് നിൽക്കാനൊന്നും സമയമില്ല കേട്ടോ. മോന് കരാട്ടയുടെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോവും. അതുകൊണ്ടാണ് ഈ നട്ടപ്പാതിരേക്ക് ഞാനും അമ്മയും കൂടെ കേക്ക് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. എന്നിട്ട് നാളെ രാവിലെ കട്ട് ചെയ്യുക, നമ്മൾ പോവാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ ടൈം കാണത്തില്ല. അപ്പോൾ കേക്ക് ഇതുപോലെ ക്രീമൊക്കെ വെച്ച് അമ്മ സെറ്റ് ചെയ്യുക. ഞാനാണല്ലോ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാമെന്ന് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത നട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കുവാണ്. നല്ലൊരു മണമാട്ടോ ഈ ബട്ടറിൽ നട്ട്സൊക്കെ അങ്ങോട്ട് ഇത് ചെയ്യുമ്പോഴത്തേന്. ഇതിലും ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കൂട്ടത്തിൽ കുറച്ച് എൻ്റെ വയറ്റിനകത്തൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ട് പുറത്ത് ഷോപ്പിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും എനിക്കുണ്ട്. 10:30 ആയിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഞാൻ ചോദിച്ചു അമ്മ എന്തുമ്പോൾ ദീപശിക പറക്കി വെച്ചേക്കുന്നു, അത് ഭയങ്കര വൃത്തിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെ കൊണ്ട് അത് മാറ്റി ചേട്ടോ. അപ്പോൾ അമ്മ അത് മാറ്റാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാം കട്ട് ചെയ്ത് പോയി കിടന്ന്. ഇത് 29th മോർണിംഗ്, അതായത് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ. അത് നമ്മളും ഡ്രസ്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേക്കൊക്കെ കട്ട് ചെയ്യുക, നമ്മൾ ഇറങ്ങും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം മോന് ഓട്സ് കുടിച്ചുകൊണ്ടിരിക്കുക. അവനെ വെയിറ്റ് ചെയ്താട്ടോ നമ്മൾ നിൽക്കുന്നത്. യാഷു രാവിലെ എൻ്റെ കൂടെ എണീറ്റുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഓട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് സിയാനോട് വന്നു നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. യാഷു ഇങ്ങോട്ട് നോക്കി. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. യാഷുവിനെ എത്ര വിളിച്ചിട്ട് യാഷു പോകുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു വേണ്ട സമയം കളയേണ്ട, നമുക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും മോനും കൂടെ നിന്നിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ആകെ മിസ് ചെയ്തത് എൻ്റെ ഒരേ ഒരു അനിയനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛനും അമ്മയും കൂടെ ഒരു കേക്ക് കട്ട് ചെയ്യും ഒക്കെ ആയിട്ട്. അപ്പം ഒരുപാട് എന്ന് വെച്ചാൽ ഒത്തിരി നാളുകൊണ്ട് മിസ് ചെയ്ത സാധനമൊക്കെ എനിക്ക് തിരിച്ച് കിട്ടിയ പോലെ ആയിരുന്നു. അപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാത്തതുകൊണ്ട് കേക്കൊന്നും രാവിലെ ഇറങ്ങത്തില്ല. പിന്നെ ജസ്റ്റ് അച്ഛനും അമ്മയും കേക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നല്ല വല്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കേക്ക് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. എൻ്റെ 2 പിള്ളേർക്കും കേക്ക് മിഠായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കോളും കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും മാറിയതിനും കേക്ക് സപ്ലൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു എനിക്ക് കേക്ക് വേണ്ട, നമുക്ക് കേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പിള്ളേരോടും പറഞ്ഞു ഓട്സ് കുടിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കേക്ക് കഴിക്കണ്ട, നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ അച്ഛൻ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ പോയി കുറച്ച് നേരം കൂടെ അമ്മയുടെ ഫോൺ എടുക്കും കേട്ടോ. കാരണം ഇവിടെ വരുമ്പോഴാണ് ഫോൺ കളിക്കാൻ കിട്ടുന്നത്. ഞാൻ ഈ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്ക് എടുക്കണമല്ലോ. അതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കരുത് ഒരു ഷോ ഓഫ് ആണെന്നോ ഒന്നും കേട്ടോ. എൻ്റെ സന്തോഷങ്ങൾ മാത്രമാണ്. കാരണം ഞാൻ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ചെയ്യാത്തതും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോസിനകത്തൂടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ്റെ നിന്നൊക്കെ കേക്കൊക്കെ കിട്ടുന്ന എത്ര നാൾക്ക് ശേഷം ഞാനും കൊടുത്ത് ഒട്ടും കുറച്ചില്ല കേട്ടോ. അപ്പം നല്ല സന്തോഷത്തിൽ നല്ലൊരു ദിവസമൊക്കെ കഴിഞ്ഞു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അമ്മ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തപ്പോൾ അമ്മേനോട് പറഞ്ഞു കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം തിരിച്ചുകൊണ്ട് വരണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പാത്രം വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അമ്മ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് പാത്രങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുപോയി കൊടുക്കാൻ ഇച്ചിരി പാടാണ്. ഇതിനിടയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഞാനങ്ങ് മറന്നിരുന്നു. അച്ഛനും കൊടുത്തിട്ടോ, അതെനിക്ക് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് അത് ഞാൻ നോക്കിയപ്പോൾ അത് അവിടെ ഇരുന്നത്. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എൻ്റെയും ജ്യോതിഷിൻ്റെയൊക്കെ വക ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഏട്ടനും സിയാനും കൂടെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ടൈം നോക്കിയിട്ടാണ്, കാരണം 10 മണിക്ക് അവിടെ എത്തണം. അച്ഛന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ അച്ഛൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി അച്ഛൻ ഫ്രീ ആയിട്ട് പുറത്ത് പോയിക്കായിരുന്നു കേട്ടോ പിള്ളേരെ കൊണ്ടിട്ട്. അങ്ങനെ അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അച്ഛൻ്റെ കയ്യിലൊക്കെ പോയി കാര്യമൊക്കെ പറഞ്ഞിരിക്കും. നല്ല മഴ വരുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇറങ്ങിയ ഒരു ടൈം
ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങട്ടോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയില്ല, അമ്മയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ട് ഞാനും കഴിച്ചില്ല, കാരണം ഇത്ര രാവിലെ നമുക്ക് വേണ്ടത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ. ബാക്കി വീഡിയോസൊക്കെ കയറി കാണാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ. ഓക്കെ അമ്മ ശരി.